കണ്ണീർ തുള്ളികൾ തോരാതെ ഒഴുകിക്കൊണ്ടിരുന്നു. വിശ്വനാഥൻ മേശപ്പുറത്തിരുന്ന ഗ്ലാസ് എടുത്ത് അതിലേക്ക് വെള്ളം പകർന്ന് അവർക്ക് നേരെ നീട്ടി. കരയാതിരിക്ക് പത്മേ, ധൈര്യമായിരിക്കെ. പത്മ വിറക്കുന്ന കൈകളോടെ ആ ഗ്ലാസ് വാങ്ങിയെങ്കിലും ഒരു തുള്ളി പോലും കുടിക്കാൻ അവർക്കായില്ല. എനിക്ക് എനിക്കെൻ്റെ രോഗത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഓർത്ത് പേടിയില്ല വിശ്വേട്ടാ. അവരുടെ ശബ്ദം വേദന കൊണ്ട് വിറച്ചു. പക്ഷേ എൻ്റെ ഗൗരിയെ ഓർക്കുമ്പോഴാണ് എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്നത്. വിശ്വനാഥൻ മൗനമായി അത് കേട്ടിരുന്നു. അവൾക്ക് ഈ ലോകത്ത് ഞാനില്ലാതെ വേറെ ആരുമില്ല വിശ്വേട്ടാ. ഞാനില്ലാതായാൽ ആ പാവം കുട്ടി എന്തു ചെയ്യും, എങ്ങനെ ജീവിക്കും? അങ്ങനെ മോശമായി ഒന്നും സംഭവിക്കില്ല പത്മേ, വിശ്വനാഥൻ ആശ്വസിപ്പിച്ചു. പക്ഷേ ഡോക്ടർ പറഞ്ഞത് ഞാൻ കേട്ടതല്ലേ, എനിക്കിനി അധികം നാളുകളില്ലെന്ന്. വിശ്വനാഥൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. നമുക്ക് എത്രയും വേഗം നല്ലൊരു ആശുപത്രിയിൽ ചികിത്സ തുടങ്ങാം. ബാക്കി കാര്യങ്ങൾ പിന്നെ ആലോചിക്കാം. ചികിത്സക്ക് വലിയൊരു തുക വേണ്ടി വരും വിശ്വേട്ടാ. പത്മ തല താഴ്ത്തി. അതൊന്നും ഓർത്ത് നീ ഇപ്പോൾ വിഷമിക്കേണ്ട. പത്മ പെട്ടെന്ന് തലയുയർത്തി വിശ്വനാഥൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇല്ല വിശ്വേട്ടാ, എനിക്കാരുടെയും ദാനം വേണ്ട. വിശ്വനാഥൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. ഇത് ദാനമല്ല പത്മേ, പിന്നെ ഇത് സൗഹൃദമാണ്. നീ ഒരു കാലത്ത് എനിക്ക് നൽകിയ ആത്മാർത്ഥമായ സൗഹൃദത്തിൻ്റെ തിരികെ നൽകൽ. ആ വാക്കുകൾ കേട്ടതും പത്മയുടെ നിയന്ത്രണം വീണ്ടും നഷ്ടപ്പെട്ടു. അവൾ കരഞ്ഞുപോയി. അർജുൻ മുറിയുടെ ഒരു മൂലയിൽ നിശബ്ദനായി നിൽക്കുകയായിരുന്നു. തൻ്റെ കടുപ്പക്കാരനായ അച്ഛൻ്റെ കണ്ണുകളിൽ ഈർപ്പം പൊടിയുന്നത് അവൻ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. അതവൻ്റെ മനസ്സിലും അജ്ഞാതമായൊരു ഭാരം നിറച്ചു. അപ്പോഴാണ് ആ കൊച്ചു വീടിൻ്റെ കോളിംഗ് ബെൽ മുഴങ്ങിയത്. മൂവരും ഒരുപോലെ വാതിലേക്ക് നോക്കി. പത്മ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും വിശ്വനാഥൻ കൈയുയർത്തി അവൾ തടഞ്ഞു. നീ ഇരിക്കേ, ഞാൻ പോയി തുറക്കാം. വാതിൽ തുറന്നപ്പോൾ പുറത്തു നിന്നത് ഗൗരിയായിരുന്നു. വിദേശി മോഡൽ ആഡംബര കാറും അപരിചിതനായ ഒരു മുതിർന്ന വ്യക്തിയും തൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. അയ്യോ, നിങ്ങളെപ്പോഴാണ് വന്നത്? അവൾ സംശയത്തോടെ ചോദിച്ചു. വിശ്വനാഥൻ ഒരു വാത്സല്യ ചിരിയോടെ പറഞ്ഞു, കുറച്ചു നേരമായി മോളെ. അപ്പോഴാണ് ഗൗരിയുടെ കണ്ണുകൾ വിശ്വനാഥന് പുറകിൽ നിൽക്കുന്ന അർജുനിലേക്ക് നീണ്ടത്. അർജുൻ ദേവ് നഗരത്തിൽ അറിയപ്പെടുന്ന യുവ ബിസിനസ്സുകാരൻ. ഇരുവരും പരസ്പരം ആദ്യമായി കണ്ടുമുട്ടുകയായിരുന്നു. അർജുൻ മാന്യമായി തലയാട്ടി. ഗൗരിയും ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വരുത്തി അവനെ അഭിവാദ്യം ചെയ്തു. അകത്തേക്ക് വരൂ. ഗൗരി തോളിലെ ബാഗ് സോഫയിലേക്ക് വെച്ച് വേഗം അമ്മയുടെ അരിയിലേക്ക് ചെന്നു. അമ്മേ, സുഖമാണോ? തലവേദന കുറവുണ്ടോ? സുഖമാണ് മോളെ. പത്മ മകളുടെ കയ്യിൽ തൊട്ടു. മരുന്ന് സമയത്ത് കഴിച്ചോ അമ്മേ? കഴിച്ചു മോളെ. ഗൗരി കുനിഞ്ഞ് അമ്മയുടെ നെറ്റിയിൽ കൈവച്ച് ചൂട് നോക്കി. ഇപ്പോഴും നല്ല ക്ഷീണമുണ്ടല്ലോ. ഏയ്, ഒന്നുമില്ല മോളെ. ഗൗരി അടുക്കളയിലേക്ക് നടന്നു. ഞാൻ നിങ്ങൾക്കായി ചായ എടുക്കാം. അവൾ അകത്തേക്ക് പോയപ്പോൾ അർജുൻ പതുക്കെ അച്ഛൻ്റെ അരികിലേക്ക് നീങ്ങി താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു, അച്ഛാ, ഇവളാണോ ഗൗരി? വിശ്വനാഥൻ തലയാട്ടി. അതെ, ഇവളാണ് ഗൗരി. വളരെ പക്വതയും ഉത്തരവാദിത്വമുള്ള കുട്ടിയാണെന്ന് കണ്ടാൽ തോന്നുമല്ലോ, അർജുൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അർജുൻ എനിക്ക് അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ കൂടുതൽ സങ്കടം. സ്വന്തം സങ്കടങ്ങൾ പുറത്ത് കാണിക്കാതെ ജീവിക്കുന്ന പെൺകുട്ടിയാണ്. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഗൗരി ട്രേയിൽ 4 കപ്പ് ചൂട് ചായയുമായി തിരികെ എത്തി. ഇതാ, അവൾ ഓരോരുത്തരുടെയും മുന്നിലേക്ക് ചായക്കപ്പുകൾ വെച്ച് കൊടുത്തു. താങ്ക്സ്. ചായ വാങ്ങവേ അർജുൻ ആദ്യമായി അവളോട് നേരിട്ട് സംസാരിച്ചു. യു ആർ വെൽക്കം. ഗൗരി ലളിതമായി പുഞ്ചിരിച്ചു. ഹാളിൽ വീണ്ടും ഒരു ചെറിയ മൗനം പടർന്നു. ആ അന്തരീക്ഷത്തിൻ്റെ ഭാരം കുറയ്ക്കാനായി വിശ്വനാഥൻ ചോദിച്ചു, ഗൗരി, പഠിപ്പൊക്കെ എങ്ങനെയുണ്ട് മോളെ? നന്നായി പോകുന്നുണ്ടെങ്കിൽ. ഇനി ഫൈനൽ ഇയർ അല്ലേ? അതെ. എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും പഠനം ഒരു കാരണവശാലും പകുതിയിൽ വെച്ച് നിർത്തരുത് കേട്ടോ, ഗൗരി അമ്മയെ നോക്കി പറഞ്ഞു. അത് അമ്മയും എപ്പോഴും എന്നോട് പറയാറുള്ള കാര്യമാണ് അങ്കിൾ. പത്മ മകളെ നോക്കി പുഞ്ചിരിച്ചെങ്കിലും ആ ചിരിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വിതുമ്പലും സങ്കടവും വിശ്വനാഥൻ്റെ സൂക്ഷ്മമായ കണ്ണുകൾ വ്യക്തമായി പതിഞ്ഞു. ആ സമയത്താണ് അർജുൻ്റെ ഐഫോൺ വൈബ്രേറ്റ് ചെയ്തത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവൻ്റെ മുഖത്തെ ഭാവം മാറി. വൈശാലി കോളിംഗ്. അവൻ ആ മുറിയിലുള്ളവരെ നോക്കി എക്സ്ക്യൂസ് മീ. അവൻ പതുക്കെ പുറത്ത് ഉമ്മറത്തേക്ക് നടന്നു. കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ വൈശാലി. അർജുൻ, നീ എവിടെയാണ്? ഇന്നുച്ചയ്ക്ക് ഒരുമിച്ച് ലഞ്ചിന് വരാമെന്ന് പറഞ്ഞിരുന്നതല്ലേ? ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. മറുതലക്കിൽ നിന്നും അല്പം കട്ടിയോടെയുള്ള ശബ്ദം കേട്ടു. ഐ ആം സോറി വൈശാലി. ഞാൻ ഇപ്പോൾ തന്നെ വളരെ അത്യാവശ്യമുള്ളൊരു സ്ഥലത്താണ്. ഓഫീസിലാണോ? അല്ല, പിന്നെ എവിടെയാ? അർജുൻ ഒരു നിമിഷം ആലോചിച്ചു. ഞാൻ വന്നിട്ട് വിശദമായി പറയാം. വൈശാലി കുറച്ചു നേരം നിശബ്ദമായിരിക്കുന്ന ശേഷം പറഞ്ഞു, ശരി, ശ്രദ്ധിച്ചു വരൂ.
കോൾ കട്ട് ചെയ്ത ശേഷം അർജുൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. ഈ ചെറിയ വീട്ടിലേക്ക് അച്ഛനോടൊപ്പം വന്നത് തൻ്റെ ജീവിതത്തിൽ സാധാരണ ഒരു സന്ദർശനം മാത്രമായിരിക്കില്ലെന്ന് ഏതോ ഒരു ഉൾവിളി അവനിൽ നിന്നും ശക്തമായി. അതേസമയം വീട്ടിനുള്ളിൽ വിശ്വനാഥൻ പത്മയോട് താഴ്ന്ന ശബ്ദത്തിൽ എന്നാൽ ഉറച്ച ശൈലിയിൽ പറഞ്ഞു, നമ്മൾ നാളെ രാവിലെ ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട് പത്മേ, നീ തയ്യാറായിരിക്കണം. എന്തിനു വിശ്വേട്ടാ? നഗരത്തിലെ ഏറ്റവും മികച്ചൊരു സ്പെഷ്യാലിസ്റ്റിനെ കൊണ്ട് നമുക്ക് കാണിക്കണം. അയ്യോ അത് വേണ്ട വിശ്വേട്ടാ, എത്രയും വലിയ ഇത് എൻ്റെ അവസാനത്തെ തീരുമാനമാണ് പത്മേ. വിശ്വനാഥൻ്റെ ആ വാക്കുകളിൽ എതിർത്ത് പറയാൻ കഴിയാത്തൊരു അധികാരമുണ്ടായിരുന്നു. അത് കേട്ട് പത്മ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. പക്ഷേ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വരികയായിരുന്ന ഗൗരി വാതിലരികിൽ നിന്നു പോയിരുന്നു. അവരുടെ സംഭാഷണത്തിലെ അവസാന വാക്കുകൾ അവൾ വ്യക്തമായി കേട്ടിരുന്നു. സ്പെഷ്യലിസ്റ്റ്, ചികിത്സ, തീരുമാനം. അവളുടെ മനസ്സിൽ സംശയത്തിൻ്റെ അഗ്നിനാളങ്ങൾ ഒന്നൊന്നായി ഉയർന്നു വരാൻ തുടങ്ങി. അമ്മ തന്നിൽ നിന്ന് മറച്ചു പിടിച്ച ആ വലിയ രഹസ്യം പുറത്തു വരാൻ ഇനി അധിക സമയം വേണ്ടില്ലെന്ന് അവൾക്ക് ഉറപ്പായി. അർജുൻ തൻ്റെ ഐഫോൺ പോക്കറ്റിലിട്ട് പതുക്കെ വീണ്ടും ഹാളിലേക്ക് നടന്നു. അവൻ അകത്തേക്ക് കയറിയപ്പോൾ വിശ്വനാഥനും പത്മയും എന്തോ കനത്ത വിഷയം ഗൗരവമായി സംസാരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് ഗൗരി ട്രേയിൽ 4 കപ്പ് ചൂട് ചായയുമായി അങ്ങോട്ട് വന്നു. ഇതാ, അവൾ ലളിതമായ പുഞ്ചിരിയോടെ ഓരോരുത്തരുടെയും മുന്നിലെ മേശപ്പുറത്തേക്ക് കപ്പുകൾ വെച്ചു. വിശ്വനാഥൻ ആർദ്രമായ ഒരു പുഞ്ചിരിയോടെ ചായക്കപ്പ് കയ്യിലെടുത്തു. മോളെ, നിന്റെ ചായയുടെ സുഗന്ധം തൻ്റെ വയറ്റിൽ വിശപ്പ് കൂട്ടുന്നുണ്ടല്ലോ. ഗൗരി നാണത്തോടെ ചെറുതായി ചിരിച്ചു. പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്കിൾ, അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു എന്നതുപോലെ തന്നെ ഞാനും ഉണ്ടാക്കിയുള്ളൂ. പത്മ തൻ്റെ മകളെ നോക്കി നിറഞ്ഞ അഭിമാനത്തോടെയും വാത്സല്യത്തോടെയും പുഞ്ചിരിച്ചു. അർജുൻ ആദ്യമായി ഗൗരിയെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയായിരുന്നു. ആഡംബരത്തിൻ്റെയോ കൃത്രിമത്വത്തിൻ്റെയോ നിഴൽ പോലുമില്ലാത്ത ലളിതമായ പെരുമാറ്റം, സംസാരിക്കുമ്പോൾ തിളങ്ങുന്ന കണ്ണുകൾ, വാക്കുകളിലെ പക്വതയും ശാന്തതയും. അവൻ അറിയാതെ ആ പെൺകുട്ടിയെ നോക്കി നിന്നുപോയി. കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം വിശ്വനാഥൻ കസാരയിൽ നിന്നും എഴുന്നേറ്റു. പത്മേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. നാളെ രാവിലെ കൃത്യം 8 മണിക്ക് ഞാൻ കാറുമായി വരാം. ആശുപത്രിയിലേക്ക് പോകാൻ നീ തയ്യാറായി നിൽക്കണം. വിശ്വേട്ടാ, നിങ്ങൾ എന്തിനാണ് ഇത്രയും അധികം ബുദ്ധിമുട്ടുന്നത്? പത്മ വീണ്ടും മടിച്ചു. ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ കൂടുതൽ വിഷമിപ്പിക്കരുത് പത്മേ, വിശ്വനാഥൻ ആജ്ഞാപിക്കുന്ന മട്ടിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഉറച്ച നിലപാടിന് മുന്നിൽ പത്മയ്ക്ക് കൂടുതൽ എതിർക്കാൻ കഴിഞ്ഞില്ല. ഇരുവരും പത്മയോടും ഗൗരിയോടും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. കാറിൽ കയറി യാത്ര തുടങ്ങിയ ഉടനെ അർജുൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അച്ഛനെ നേരെ തിരിഞ്ഞു. അച്ഛാ, പറയൂ അർജുൻ, ഈ കുടുംബവുമായി നമുക്ക് ശരിക്കും എന്താ ബന്ധം? അച്ഛൻ എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടല്ലോ. വിശ്വനാഥൻ ജനലിലൂടെ പുറത്തേക്ക് പായുന്ന കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. വളരെ വളരെ പഴയൊരു ബന്ധമാണ് അർജുൻ. വെറും ഒരു പഴയ സൗഹൃദത്തെക്കാൾ ഉപരിയായി എന്തോ ഒരു വലിയ കഥ ഇതിന് പിന്നിലെന്ന് എനിക്ക് തോന്നുന്നു. വിശ്വനാഥൻ്റെ ചുണ്ടിൽ കയ്പേറിയ ഒരു പുഞ്ചിരി വിടർന്നു. എല്ലാറ്റിനും ഒരു സമയമുണ്ട് അർജുൻ. സമയമാകുമ്പോൾ നിന്നെ ഞാൻ എല്ലാം അറിയിക്കാം. അച്ഛൻ ആ മറുപടിയിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി അർജുൻ മൗനമായിരുന്നു. വൈകുന്നേരം ബിസിനസ് മീറ്റിങ്ങുകൾക്കെല്ലാം ശേഷം അർജുൻ തൻ്റെ ഓഫീസിലെ കൂറ്റൻ ക്യാബിനിൽ ഫയലുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗ്ലാസ് വാതിൽ മൃദുവായൊരു മുട്ട് കേട്ടത്. കമിങ്, അവൻ ഫയലിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. വാതിൽ തുറന്ന് കടന്നു വന്നത് വൈശാലിയായിരുന്നു. നഗരത്തിലെ പ്രമുഖ വ്യവസായിയുടെ മകളും അർജുൻ്റെ വധുവുമാകാൻ പോകുന്ന മനോഹരിയായ പെൺകുട്ടി. മിസ്റ്റർ അർജുൻ ദേവ്, ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് ഡേറ്റിന് മറന്നുപോയല്ലേ? അവൾ ചെറിയൊരു പിണക്കം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. അർജുൻ ഫയൽ അടച്ചു വെച്ച് ചിരിച്ചു. ഐ ആം റിയലി സോറി വൈശാലി, ഇന്നത്തെ ദിവസം ഒട്ടാകെ എൻ്റെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു. വൈശാലി അവൻ്റെ മുന്നിലെ റൊട്ടേറ്റിംഗ് കസാലയിലിരുന്നു. രാവിലെ മുതൽ എത്ര തവണ വിളിച്ചാൽ നീ ശരിക്കും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചത് അർജുൻ? എന്തു പറ്റി? അർജുൻ ഒരു നിമിഷം ആലോചിച്ചു. ശേഷം രാവിലെ അച്ഛനോടൊപ്പം ആ കൊച്ചു വീട്ടിൽ പോയതും അവിടെ കണ്ട കാഴ്ചകളും അവൻ പതിയെ മുന്നിൽ വിവരിച്ചു. അവളുടെ ഗുരുതരമായ രോഗബാധിതയായ ഒരു അമ്മയില്ലാതെ മറ്റാരുമില്ലാത്ത പാവമകൾ, അച്ഛൻ്റെ മനസ്സിൽ ആരോടുമില്ലാത്ത കനത്ത സങ്കടമില്ല. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ വൈശാലിയുടെ മുഖത്തെ പരിഹാസവും ഭാവങ്ങളും മാറി ഗൗരവമായി. ആ ആൻറ്റിയുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ് അർജുൻ. അർജുൻ പതുക്കെ തലയാട്ടി. അതെ, മികച്ച ചികിത്സ ഉടൻ തന്നെ നൽകിയില്ലെങ്കിൽ സ്ഥിതി കൈവിട്ടു പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. വൈശാലി കുറച്ചു നേരം നിശബ്ദമായിരുന്നു. ശേഷം അർജുനെ നോക്കി. അർജുൻ, നാളെ രാവിലെ അങ്കിളിനൊപ്പം നീ ആൻറ്റി നിർദ്ദേശിച്ച ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഞാൻ വരട്ടെ നിങ്ങളോടൊപ്പം? അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. നീ എന്തിനാ വൈശാലിയെ വരേണ്ടത്? അങ്ങനെ ചോദിക്കരുത് അർജുൻ. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. വേദന അനുഭവിക്കുന്ന ഒരാളെ കാണാനും ആശ്വസിപ്പിക്കാൻ നമുക്ക് പ്രത്യേക ബന്ധങ്ങളോ കാരണങ്ങളോ ഒന്നും വേണ്ടല്ലോ. അർജുൻ്റെ മുഖത്തും അത് കേട്ടൊരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു.
ശരി, നാളെ രാവിലെ ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ, ഡീൽ. വൈശാലി എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അർജുൻ. അവൾ അവൻ്റെ തോളിൽ ആശ്വാസത്തോടെ പതുക്കെ കൈവച്ചു. എല്ലാം ശരിയാകും. അർജുൻ അവളെ നോക്കി ചെറുതായി ചിരിച്ചു. നീ എൻ്റെ അടുത്തുണ്ടാകുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു പ്രത്യേക ധൈര്യവും സമാധാനം കിട്ടാറുണ്ട് വൈശാലി. വൈശാലി കുസൃതിയോടെ കളിയാക്കി ചോദിച്ചു. അത്രയൊക്കെ ധൈര്യം തരുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ഒരു നല്ല കോഫിയെങ്കിലും വാങ്ങി തരുമോ മിസ്റ്റർ അർജുൻ? ഒരു കോഫി മാത്രമല്ല, ഇന്നത്തെ ഡിന്നറും എൻ്റെ വകയാണ്. എന്നാൽ അത് മതി. ഇരുവരും ഉറക്കെ ചിരിച്ചു. അതേസമയം നഗരത്തിൻ്റെ മറുതലിക്ക് രാത്രിയുടെ നിശബ്ദതയിൽ ഗൗരി നാളെ രാവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി അമ്മയുടെ വസ്ത്രങ്ങളും മെഡിക്കൽ റിപ്പോർട്ടുകളും ഒരു ചെറിയ ബാഗിലേക്ക് എടുത്തു വെക്കുകയായിരുന്നു. പത്മ കട്ടിലിൽ കിടന്നുകൊണ്ട് ജനലിലൂടെ പുറത്തെ റൊട്ടിലേക്കും മുറിയിൽ വെളിച്ചം പടർത്തുന്ന മകളിലേക്കും മാറി മാറി നോക്കി. ആ അമ്മയുടെ മനസ്സിൽ അപ്പോൾ ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു കനത്തു നിന്നിരുന്നത്. എൻ്റെ ആയുസ്സിൻ്റെ ഏടുകൾ അടയുന്നതിന് മുന്നേ എൻ്റെ പൊന്നു മകളുടെ ജീവിതം സുരക്ഷിതമായി കൈകളിൽ ഏൽപ്പിക്കണം. അതിനൊരു വഴി തെളിയണമേ ദൈവമേ.